എന്റെ കാലിന്റെ ഇടയിൽ വന്ന് കയറുന്ന എന്തിനാ നേരെ ഇല്ലാത്ത നേരത്ത്. നിങ്ങളിൽ ആർക്കാ ഭ്രാന്ത്? എന്താ നിങ്ങളിൽ ആർക്കാ ഭ്രാന്തെന്ന് എനിക്ക് തോന്നി. പ്ലീസ് സാറേ ഇത് വായിച്ചിട്ടുണ്ടോ? ഇതെല്ലാം വാട്സപ്പിൽ വന്നപ്പോ ഞാൻ ഹലോ പോലെ ഡോക്ടറിന്റെ വാ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ആ ഗുഡ് മോർണിംഗ്. ഹലോ ഇങ്ങോട്ട് വാന്ന്. കണ്ടപ്പോ ഭ്രാന്തനാന്ന് വിചാരിച്ചല്ലേ? ഇരിക്കി. മദ്യപിച്ചിട്ടുണ്ടല്ലേ? സോറി ഡോക്ടർ, എൻ്റെ മാനസികാവസ്ഥ അതായിപ്പോയി. ഞാൻ കുറച്ച് ആന്റി ഡിപ്രസൻസ് എഴുതി തരാം, അത് കഴിച്ച് മാറും. എനിക്ക് വേണ്ടത് ആന്റി ഡിപ്രസൻസ് അല്ല ഡോക്ടർ. പിന്നെന്ത് ഡിപ്രസൻസാണ് വേണ്ടത്? മരിക്കണമായിരിക്കല്ലേ? അത് ഈ സൂയിസൈഡ് ഒന്നിനൊരു പരിഹാരമില്ല. ഇഷ്ടപ്പെട്ട പെണ്ണുമായി സ്വപ്നം കണ്ട ജീവിതം മുഴുവൻ ജീവിക്കാൻ ആഗ്രഹിച്ചൊരുത്തനാണ് ഡോക്ടർ ഞാൻ. ഒരിക്കലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കില്ല. പിന്നെന്താ പ്രശ്നം? അതെ, പുറത്തടുത്ത പേഷ്യൻ്റ് കാത്തിക്കുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. ഞാനത് സിനിമയിൽ കണ്ടിട്ടുണ്ട്, അതോ പുസ്തകത്തിലായിരുന്നു എന്ന് ഓർമ്മയില്ല. ഓർമ്മകൾ മായ്ച്ചു കളയുന്ന ഒരു പ്രയോഗം. എൻ്റെ ഓർമ്മകൾ അവളുടെ മനസ്സിലില്ലെങ്കിൽ എനിക്കതുപോലെ ആവണം. അവളെ മറക്കാൻ വേണ്ടിയാണോ? പിന്നെ വീണ്ടും അപരിചിതരെ പോലെ കണ്ടുമുട്ട്, പരിചയപ്പെടാൻ, പുതിയ ഓർമ്മകൾ ഉണ്ടാക്കാൻ. Oh my God, I can understand your feelings. കർത്താവേ. അലിജ്, prayer name. ജിയ, രണ്ടുപേരുണ്ടായിരുന്ന? ജിയ, she's my girl. She's so lucky. സിസിലി, എന്നെ ഡോക്ടർ വിളിക്കുന്നു. 3rd ബ്ലോക്കിലേക്ക് ചെല്ലാൻ. ശരി. ഇയാള് ലിസിയോടുന്ന ഷോപ്പിൽ കൊണ്ടുപോകാൻ. അത് ഞാൻ പറഞ്ഞേക്കാം. സാറേ നിന്ന് ബുദ്ധിമുട്ടണ്ട, ഇരുന്ന് ബുദ്ധിമുട്ടിക്കോളൂ, ഞാൻ നടന്ന് ബുദ്ധിമുട്ടിക്കോളാം. താങ്ക് യു. നടക്കുമ്പോൾ ഇരിക്കുന്ന കണ്ടോ കണ്ടോ കണ്ടത്. എങ്ങനെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. സത്യത്തിൽ അങ്ങനെ ഒരു സിസ്റ്റം ഇവിടെ ഇല്ല. പിന്നെ അമേരിക്കൻ ലോസ് മയോ ബ്രെയിൻറ്റിക് സൈക്യാട്രിക് സ്പേസ്, ഇനി അതേ രക്ഷയുള്ളൂ. അത് ഒരു സത്തരണം കഴിക്കണം ഡോക്ടർ. എന്ത്? ഈ പറഞ്ഞ മരുന്ന്. ഇത് ഗുളിയല്ല, ആശുപത്രിയുടെ പേരാണ്. വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള സംഭവം. ഗിറ്റാറുകാരൻ ചോക്ലേറ്റ് ഓർമ്മകളായി വിറക്കുമ്പോൾ ഇവിടെ ഒരുത്തൻ ഓർമ്മകൾ വീണ്ടും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അല്ല പോകാമെന്ന്. അങ്ങനെയാണെങ്കിൽ ആ ഗേറ്റിന്റെ അങ്ങോട്ടൊന്ന് ഡ്രോപ്പ്. ഗേറ്റ് ഇങ്ങോട്ടല്ലേ? ഇല്ലില്ല, കറക്റ്റ് സ്ഥലത്താ. അല്ല, ഇതെന്താ വീണ്ടും ഇങ്ങോട്ട് തന്നെ പോകുന്നു? നെരുമ്പക്കണ്ട കൊണ്ടാക്കാം. അല്ല, എനിക്കങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ലെന്ന്. ഇവിടെ വരുന്നവരൊക്കെ തന്നെ വരുന്നു. പിന്നെയും എന്താ നിന്റെ ഈ മുഖം? ഞാൻ നിങ്ങളുടെ റിപ്പോർട്ട് എഴുതിക്കൊണ്ടിരിക്കുക. അതൊക്കെ. പിന്നെ ഈ ഇടയ്ക്ക് ഗോഷ്ടി കാണിക്കുന്നത് അത് ശ്രദ്ധിക്കണ്ട. ഷോക്ക് അടിപ്പിച്ചതാ, 2 ദിവസം കൊണ്ട് മാറിക്കോളും. നീ അന്വേഷിക്കുന്ന കാര്യം എന്തായി? ഞാൻ പറയാം. എന്റെ അന്വേഷണം ഒട്ടുമിക്ക ഏരിയകളും കവർ ചെയ്യും.
ഒരു ഭ്രാന്തനെ പോലെ പല വഴികളിലൂടെ ഞാൻ സഞ്ചരിച്ചു. അത് നിന്നെ കണ്ടപ്പോ മനസ്സിലായി. നീ ഒന്ന് കാര്യം പറയൂ. പറയട്ടെ, എന്റെ ഒരു നിഗമനം, അല്ല വിശ്വാസം എന്ന് തന്നെ പറയാം. ഒരുത്തൻ ഷാജഹാൻ ആണെങ്കിൽ മറ്റവൻ പരീക്കുട്ടിയാണ്. മാത്യൂസേ, അവർ രണ്ടുപേരും അവരുടേതായ ശൈലിയിൽ ആത്മാർത്ഥമായി ജിയെ പ്രണയിച്ചിരുന്നു. ഇല്ല. ദോ, ഒരുത്തൻ കോടീശ്വരൻ, എല്ലാ ബിസിനസ്സും കളഞ്ഞ് ഉള്ള സമ്പത്ത് മുഴുവൻ വേണ്ടാന്നും വെച്ച് ജിയയുടെ ഓർമ്മകളിലേക്ക് തിരിച്ചു വരുവാനുള്ള വഴികൾ അന്വേഷിച്ച് വേദനിക്കുന്നു. മറ്റവൻ അവന്റെ ഓർമ്മകളെ തേച്ചുമാച്ച് കളഞ്ഞ് ജിയെ പോലെ ആകാൻ ശ്രമിക്കുന്നു. രണ്ടുപേർക്കും ജിയെ എന്ന് പറഞ്ഞാൽ ജീവനാണ്. അവർ ശ്വസിക്കുന്ന ശ്വാസമാണ്, ഹൃദയത്തിന്റെ മിടിപ്പാണ്. തേങ്ങ കൊലയാണ്. കറക്റ്റ്. അവൾ തെങ്ങാണെങ്കിൽ ഇവർ അതിലെ കുലകളാണ്. പോടപട്ടി, ജി എങ്ങനെയൊന്നല്ല. അങ്കിൾ ഇത് കണ്ടോ? ഡാ, നീ പറഞ്ഞതൊക്കെ വല്ല ഭ്രാന്തിന്റെ കഞ്ചാവിന്റെ പുറത്താണോ? ഒരിക്കലുമല്ല. പല പീഡനങ്ങളും സഹിച്ച് കണ്ടെത്തിയതാണ്. 100% സത്യം. അവർ രണ്ടുപേരും പെർഫെക്റ്റ് ആണ്. തെറ്റേ നിങ്ങളുടെ മകളുടേതാണ്. പെർഫെക്റ്റ് ജെന്റിൽമാൻമാരായ രണ്ട് പാവങ്ങളെ ഒരേ സമയം ഒരുപോലെ പ്രണയിച്ച് അല്ലെങ്കിൽ പ്രണയം അഭിനയിച്ച് വെറും ടൈം പാസിനായി അവരെ പറ്റിച്ചുകൊണ്ട് അവരുടെ പുറകെ ചുറ്റിക്കറങ്ങുന്ന ഒരു ഭൂലോക പിഴയെ അങ്ങനെ ഒരുവളെ നിന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുവാടാ. ഞാൻ എന്തിനു തോക്കണം? നീ അല്ലേടാ തോറ്റത്. നിന്റെ പിന്നെ തോക്ക് നോക്ക്. എന്റെ ഒരേ ഒരു മകളെ കുറിച്ച് എന്ത് തോന്നിയ ദിവസം പറയാലടാ. അതും എന്റെ ഒരു ബന്ധുവായ നീയാ. ബന്ധുവായോണ്ട് തന്നെ പറയുന്നേ. ഇത് ചൂണ്ടേണ്ടതേ നിങ്ങളുടെ മോളുടെ നേർക്കാണ്.